വിദേശത്ത് മക്കളെ ഉപരിപഠനത്തിന് അയക്കാൻ ആഗ്രഹിക്കുന്ന മലയാളി കുടുംബങ്ങളും കാനഡ, UK, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് സ്റ്റുഡന്റ് വിസയിൽ പോകാൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളും അടിയന്തരമായി മനസ്സിലാക്കേണ്ട വിദേശ വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പുതിയ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. പണം ചെലവഴിച്ച് ഏത് കോളേജിലും ചേർന്ന് വിദേശത്തേക്ക് കടക്കുക എന്ന പഴയ രീതിക്ക് പകരം വിസ നിയമങ്ങളിലെ കർശനമായ മാറ്റങ്ങളും പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റുകളും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റും അഥവാ മുടക്കുന്ന പണത്തിന് ലഭിക്കുന്ന സാമ്പത്തിക ലാഭവും കൃത്യമായി കണക്ക് കൂട്ടിയാണ് ഇന്നത്തെ വിദ്യാർത്ഥികളും മാതാപിതാക്കളും തീരുമാനം എടുക്കുന്നത്. കാനഡ, UK, ഓസ്ട്രേലിയ തുടങ്ങിയ മുൻനിര വിദേശ രാജ്യങ്ങൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വിസ കോട്ടകളിൽ കുത്തനെ വെട്ടിച്ചുരുക്കലുകൾ വരുത്തിയതും ഇമിഗ്രേഷൻ നിയമങ്ങൾ കർശനമാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ പ്രവാസി മലയാളി കുടുംബങ്ങൾക്ക് ഈ പുതിയ വിവരങ്ങൾ അതീവ പ്രധാനമുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിദേശ പഠന രംഗത്ത് വൻ വ്യതിയാനങ്ങളാണ് സംഭവിക്കുന്നത്. പാരമ്പര്യമായി വിദ്യാർത്ഥികൾ തെരഞ്ഞെടുത്തിരുന്ന രാജ്യങ്ങളും കോഴ്സുകളും വലിയ വെല്ലുവിളികൾ നേരിടുമ്പോൾ വിപണിയിലെ പുതിയ മാറ്റങ്ങൾ കൃത്യമായി പഠിച്ച് മാത്രം അപേക്ഷ സമർപ്പിക്കുന്ന രീതിയിലേക്ക് പുതുതലമുറ മാറിയിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ പഠനത്തിനായി 30 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കുമ്പോൾ 3 പ്രധാന കാര്യങ്ങളാണ് വിദ്യാർത്ഥികളും കുടുംബങ്ങളും പ്രധാനമായും വിലയിരുത്തുന്നത്. ഒന്നാമതായി വിസ പോളിസികളും വർക്ക് പെർമിറ്റുകളും ആണ്. കാനഡയിൽ IRCC വരുത്തിയ വിസ കോട്ട നിയന്ത്രണങ്ങളും സ്പൗസ് വർക്ക് പെർമിറ്റുകളിലെ കർശന നിബന്ധനകളും UK-യിലെ ഡിപെൻഡന്റ് വിസകളിൽ കുടുംബത്തെ കൊണ്ടുപോകുന്നതിന് ഏർപ്പെടുത്തിയ വിലക്കുകളും ഇന്ത്യയിൽ നിന്നുള്ള അപേക്ഷകരെ വലിയ രീതിയിൽ ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഏത് രാജ്യത്ത് പഠിച്ചാലാണ് പഠനശേഷം നിയമപരമായി ജോലി ചെയ്യാനുള്ള പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ലഭിക്കുന്നതെന്നും അതുവഴി പെർമനന്റ് റെസിഡൻസി അഥവാ PR നേടാൻ സാധിക്കുകയെന്നും കൃത്യമായി വിലയിരുത്തി മാത്രമാണ് ഇപ്പോൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നത്. രണ്ടാമതായി സാമ്പത്തിക സുരക്ഷിതത്വവും ജോബ് മാർക്കറ്റ് റിയാലിറ്റിയുമാണ്. വിദേശ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന വർദ്ധിച്ച ജീവിത ചെലവുകൾ, വീട്ടുവാടകയിലെ കുതിച്ചുചാട്ടം, പാർട്ട് ടൈം ജോലികളുടെ ലഭ്യതക്കുറവ് എന്നിവ മുൻനിർത്തി കോഴ്സ് പൂർത്തിയാക്കിയാൽ ലഭിക്കുന്ന ശരാശരി ശമ്പളവും കോഴ്സ് ഫീസും തമ്മിലുള്ള അനുപാതം വിദ്യാർത്ഥികൾ മുൻകൂട്ടി കണക്ക് കൂട്ടുന്നു. AI, ഡേറ്റ സയൻസ്, ഹെൽത്ത് കെയർ, നഴ്സിംഗ്, ഗ്രീൻ എനർജി, STEM മേഖലകൾ പോലെയുള്ള തൊഴിൽ സാധ്യത ഏറിയ മേഖലകളിലേക്ക് വിദ്യാർത്ഥികളുടെ താല്പര്യം കുത്തനെ ഉയർന്നിട്ടുണ്ട്. ജനറിക് മാനേജ്മെന്റ് കോഴ്സുകളേക്കാൾ പ്രൊഫഷണൽ നൈപുണ്യം നൽകുന്ന പഠനശാഖകൾക്കാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നത്. മൂന്നാമതായി പരമ്പരാഗത അക്കാദമിക് റാങ്കിങ്ങിനേക്കാൾ പ്രായോഗിക തൊഴിൽ നൈപുണ്യത്തിനും ഇൻഡസ്ട്രി ലിങ്കേജുകൾക്കും മുൻഗണന നൽകുന്ന രീതിയാണ്. പണം വാങ്ങി പ്രവേശനം നൽകുന്ന വ്യാജ ഏജൻസികളുടെയും കൺസൾട്ടൻസികളുടെയും വാഗ്ദാനങ്ങളിൽ വീഴാതെ ഔദ്യോഗിക യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകൾ, നിലവിൽ അവിടെ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികളുടെ അനുഭവം, ലിങ്ക്ഡിൻ പോലെയുള്ള പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമുകൾ എന്നിവ വഴി ലഭിക്കുന്ന വിവരങ്ങൾ നേരിട്ട് ശേഖരിച്ചാണ് വിദ്യാർത്ഥികൾ ഇപ്പോൾ തീരുമാനം എടുക്കുന്നത്. ഇതിനു പുറമെ വിസ റദ്ദാക്കലുകളും റിജക്ഷനുകളും ഒഴിവാക്കാൻ ജർമ്മനി, അയർലൻഡ്, ന്യൂസിലൻഡ് പോലെയുള്ള രാജ്യങ്ങളെയും വിദ്യാർത്ഥികൾ കൂടുതലായി ആശ്രയിക്കാറുണ്ട്. അതുകൊണ്ട് കാനഡ, UK, US, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് മക്കളെ അയക്കാൻ ആഗ്രഹിക്കുന്ന മലയാളി മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിന് ആ രാജ്യത്ത് നിലവിൽ തൊഴിൽ സാധ്യത ഉണ്ടോ എന്നും അവിടുത്തെ ഇമിഗ്രേഷൻ വിഭാഗം അംഗീകരിച്ച കോളേജാണോ എന്നും ഉറപ്പുവരുത്തുക. രണ്ടാമതായി, ലാംഗ്വേജ് ടെസ്റ്റുകളായ IELTS, PTE എന്നിവയിൽ മികച്ച സ്കോർ നേടുന്നത് വിസ ആപ്ലിക്കേഷൻ സ്ട്രോങ് ആക്കാൻ സഹായിക്കും. മൂന്നാമതായി, വിസ നിയമങ്ങളിൽ നിരന്തരം മാറ്റങ്ങൾ വരുത്തുന്ന സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ ഔദ്യോഗിക അപ്ഡേറ്റുകളും വിസ നിബന്ധനകളും കൃത്യമായി പിന്തുടരുക. വിദേശ പഠന മേഖലകളിലെ പുതിയ ഇമിഗ്രേഷൻ നിയമങ്ങളെക്കുറിച്ചും പ്രവാസി വിദ്യാർത്ഥികളുടെ വിസ അപ്ഡേറ്റുകളെക്കുറിച്ചും തത്സമയം കൃത്യതയോടെ അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.